ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്നത്തെ വീഡിയോയിൽ എക്സലിൽ ഫ്രീസ് പെയിൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം. ഫ്രീസ് പെയിൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും കോളംസോ റോസോ ഒക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ഹൈഡായി പോകും. അപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അത് ഹൈഡ് ആവാതെ അത് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫ്രീസ് പെയിൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡേറ്റ അതിന് ഹെഡിങ്സ് ഉള്ളതാണ്. ആ ഒരു ഡേറ്റ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഹെഡിങ് അവിടെ ഹൈഡായി പോകും. നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ അവിടേക്ക് ഡേറ്റ വീണ്ടും എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെഡിങ് കാണാൻ പറ്റില്ല. നമ്മൾ അപ്പം വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രോൾ ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകണം, പിന്നെയും താഴേക്ക് സ്ക്രോൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് സമയമെടുക്കും. അപ്പം നമുക്ക് ഈ ഒരു മുകളിലത്തെ ആ ഒരു ഏതെങ്കിലും റോ, ഇപ്പോൾ ആ ഒരു ഹെഡിങ് നമുക്ക് അവിടെ തന്നെ നിൽക്കണം. ഇപ്പം ഹൈഡ് ആകാതെ നമുക്ക് അവിടെ തന്നെ ഫ്രീസ് ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രീസ് പെയിൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇത് റോയ്ക്ക് മാത്രമല്ല, നമുക്ക് കോളം ഫ്രീസ് ചെയ്യാനുമെല്ലാം ഈ ഒരു ഫ്രീസ് പെയിൻസ് ഉപയോഗിക്കാം. ഇവിടെ ഈ ഫസ്റ്റ് റോ ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം വ്യൂ ടാബിൽ ഇവിടെ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിനകത്താണ് ഫ്രീസ് പെയിൻസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇവിടെ അതിൻ്റെ മീനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രീസ് എ പോർഷൻ ഓഫ് ദി ഷീറ്റ് ടു കീപ്പ് ഇറ്റ് വിസിബിൾ വൈൽ യു സ്ക്രോൾ ത്രൂ ദി റെസ്റ്റ് ഓഫ് ദി ഷീറ്റ്. അപ്പോൾ ആ ഒരു ഷീറ്റ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു പോർഷൻ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള, അത് കാണാൻ വേണ്ടിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ഫ്രീസ് പെയിൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫ്രീസ് പെയിൻസ് ഉണ്ട്, പിന്നെ ഫ്രീസ് ടോപ്പ് റോ, ഫ്രീസ് ഫസ്റ്റ് കോളം. അപ്പം ഈ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തുനിന്ന് നമുക്ക് ആദ്യത്തെ റോയാണിപ്പം ഫ്രീസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ രണ്ടാമത്തെ ഫ്രീസ് ടോപ്പ് റോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പം ഈ ഒരു ഫസ്റ്റ് റോയിൽ ഒരു തിക്കായിട്ടുള്ള ലൈൻ വന്നു. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് റോ മാത്രം നമുക്ക് കാണാൻ പറ്റും. അത് മൂവ് ആവാതെ അത് അവിടെ തന്നെ അങ്ങനെ തന്നെ ഫ്രീസായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എത്ര സ്ക്രോൾ ചെയ്താലും ആ ഒരു റോ ഹൈഡ് ആവാതെ അങ്ങനെ തന്നെ കാണാൻ പറ്റും. ഇനി ഈ ഫ്രീസ് ചെയ്തത് കളയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഫ്രീസ് പെയിൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അൺഫ്രീസ് പെയിൻസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പം ആ ഒരു ഫ്രീസ് പെയിൻസ് ഓഫായി. ഇനി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹെഡിങ് കാണാൻ പറ്റില്ല. ഇനി ഫസ്റ്റ് കോളം ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ഇതുപോലെ തന്നെ ഫ്രീസ് പെയിൻസിൽ ഫ്രീസ് ഫസ്റ്റ് കോളം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പം ആ ഒരു ഫസ്റ്റ് കോളം ഫ്രീസായി. ഇനി അത് ഹൊറിസോണ്ടലി നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് കോളം ഫ്രീസായി നിൽക്കും. ഹൈഡ് ആവാതെ അത് ഫ്രീസായി തന്നെ നിൽക്കും. വീണ്ടും അൺഫ്രീസ് പെയിൻസ് കൊടുത്താൽ അത് ഫ്രീസ് ചെയ്തത് നമുക്ക് കളയാൻ പറ്റും. ഇനി ഒന്നിൽ കൂടുതൽ റോസും കോളംസും ഒക്കെ നമുക്ക് ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ആദ്യം എവിടെ വരെയുള്ള കോളമാണോ നമുക്ക് ഫ്രീസ് ചെയ്യേണ്ടത് ആ ഒരു കോളത്തിന് തൊട്ട് അടുത്തുള്ള ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഏത് റോ വരെയാണോ നമുക്ക് ഫ്രീസ് ചെയ്യേണ്ടത് ആ ഒരു റോയ്ക്ക് തൊട്ട് താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ ഫസ്റ്റ് കോളവും 4ാമത്തെ റോ വരെയും എനിക്ക് ഫ്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ 4ാമത്തെ റോയ്ക്ക് തൊട്ട് താഴെയുള്ള 2ാമത്തെ സെല്ലിൽ ആ B5 ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്രീസ് പെയിൻസിൽ ആദ്യത്തെ ഓപ്ഷൻ ഫ്രീസ് പെയിൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രീസ് ആയിട്ടുള്ള കോളത്തിനും റോയ്ക്കും ഇടയിൽ ഒരു തിക്കായിട്ടുള്ള ലൈൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ 4ാമത്തെ റോ വരെയുള്ളത് അവിടെ ഹൈഡ് ആവാതെ അത് സ്ക്രോൾ ആവാതെ അങ്ങനെ തന്നെ ഫ്രീസായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഫസ്റ്റ് കോളവും ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി ഇത് അൺഫ്രീസ് കൊടുത്ത് ആ ഒരു ഓപ്ഷൻ കളയാം. ഫ്രീസ് പെയിൻസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൻ്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡ് ദ വിൻഡോ ഇൻറ്റു ഡിഫറെൻറ്റ് പെയിൻസ്. അപ്പം നമുക്ക് ആ ഒരു വിൻഡോയിനെ തന്നെ ഡിഫറെൻറ്റ് പെയിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ആ ഒരു സെലക്ട് ചെയ്ത സെല്ലിന് മുമ്പ് വരെയുള്ള റോയും കോളവും ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം ഇവിടെ 2 വിൻഡോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ഹെഡിങ് ആദ്യം തൊട്ട്
ഒന്നാമത്തെ റോ വരെ നമുക്ക് വേറൊരു സെപ്പറേറ്റ് ഒരു വിൻഡോ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഹൊറിസോണ്ടലി നമുക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു വിൻഡോ ആയിട്ട് വരുന്നുണ്ട്, ആ ഒരു 2 കോളവും. ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഒന്നുകൂടെ സെലക്ട് ചെയ്താൽ മതി. സ്പ്ലിറ്റിന് താഴെയായിട്ട് ഹൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് നോക്കാം. അത് ഹൈഡ് ദ കറൻറ്റ് വിൻഡോ, ഇപ്പോഴുള്ള ആ ഒരു വിൻഡോ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. ഈ വിൻഡോ ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം. ഇപ്പം ആ ഒരു വിൻഡോയിലെ എല്ലാ ഡേറ്റായും ഇപ്പം ഹൈഡായി. ഇനി ഇത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അതിൻ്റെ താഴെ തന്നെ അൺഹൈഡ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിൻഡോ വന്നു. ആ ഒരു വിൻഡോ നമ്മുടെ ആ ഒരു വർക്ക് ബുക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത് ഓക്കെ കൊടുക്കാം. ഈ ഫ്രീസ് പെയിൻറ്റ്സ് നമുക്ക് വ്യൂ ടാബിൽ പോയി സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഫ്രീസ് പെയിൻറ്റ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതിനായിട്ട് ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിന് താഴെയായിട്ട് മോർ കമാൻഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് താഴെ ഫ്രീസ് പെയിൻറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ അത് ആഡ് ആയിട്ടുണ്ട്. ഇനി അത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ അത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ആയിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം അവിടെ റിമൂവ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്